ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് കർത്താവെ, സഭാരാധനയ്ക്കായി സ്തോത്രം. എല്ലാ ജനത്തെയും കർത്താവ് സന്ദർശിക്കണം. ഞങ്ങൾക്ക് കൊണ്ട് വിടുതൽ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരണം. ദൈവിക ദൂതുകൾ, ആലോചനകൾ, ദൈവാത്മാവിന്റെ ശക്തി, നിറവ്, നിലനിൽപ്പ്, ഇതെല്ലാം ഞങ്ങൾക്ക് നൽകി തരണം. ഇത് നാം അവതരിമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓക്കെ. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൂരദേശത്തായിരിക്കുന്ന പ്രധാന മക്കളും സമീപസ്ഥായിരിക്കുന്നവരും വിവിധ സന്ദർഭങ്ങളിൽ ഇത് കാണുന്നവരും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്നും പഠിച്ചിട്ടുള്ളതുപോലെയും പ്രാപിച്ചിട്ടുള്ളതുപോലെയും ഒരു ആരാധന എന്നത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ആരാധനയുടെ എന്താണ് ആരാധനയുടെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ച് വിവിധ വശങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച സങ്കീർത്തനം അതിനോടനുബന്ധിച്ചുള്ളതാണ്. ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്. എന്താണ് ആരാധനയ്ക്ക് യോഗ്യൻ? ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിന് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എത്ര കാര്യങ്ങളുണ്ട്? ദൈവത്തിന് കിട്ടേണ്ട 7 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദൈവത്തിന് ബലം, മഹത്വം, സ്തുതി, പിന്നെ അത് സംശയിക്കേണ്ട 5-ാം അധ്യായം, വെളിപ്പാട് 5-ാം അധ്യായം 12-ാം വാക്യം, 5-12 വേഗം വായിക്കും. എന്തൊക്കെയാണ്? ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രവും കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ, 7 കാര്യങ്ങൾ മേടിക്കാൻ, 7 കാര്യങ്ങൾ പ്രാപിക്കാൻ. നമ്മള് ഗവൺമെന്റ് ബാങ്കുണ്ട്, പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ബ്ലേഡ് ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഗവൺമെന്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡെപ്പോസിറ്റും പിടിക്കാനായിട്ട് അവർക്ക് അധികാരമുണ്ട്. അതുപോലെ മറ്റുള്ള ബാങ്കുകൾക്ക് അധികാരമില്ല. ഇതുപോലെ ഈ 7 കാര്യങ്ങൾ കിട്ടിയാൽ മതി. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് തന്നെയാണ്. എന്താ? ധനം, ജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധനം കിട്ടാൻ, ധനം മേടിക്കാൻ പ്രാപ്തനാണ് അല്ലെങ്കിൽ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ തന്റെ ഭക്തനായിട്ട് അടുത്ത് വരുന്നവര് തങ്ങളുടെ ധനം മുഴുവനും അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ മേടിക്കുന്നവർക്കുള്ള പ്രത്യേകത എന്നറിയാം. അങ്ങനെ മേടിക്കുന്ന ആരാധ്യനായിട്ടുള്ള ആളുടെ പ്രത്യേകത, അത് സമയാകുമ്പോൾ തിരിച്ചു കൊടുക്കണം. അവന്റെ ജീവിതം ഭദ്രമാക്കി തരണം. ഈ ലോകത്തെ ജീവിതം മാത്രമല്ല, ആത്മീക ജീവിതവും അവന്റെ പ്രാണനും ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും ഭദ്രമായി തീരും എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുക്കണം. അതിന് കഴിവുള്ളവൻ ആരാണ്? ദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് കഴിവുള്ളതാണ് കുഞ്ഞാട് ഇപ്പോൾ അവൾ വായിച്ചത്, ദൈവപുത്രനായ ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു യേശു, മധ്യസ്ഥനായ ക്രിസ്തു യേശു. യേശുവിനെ ആരാധിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട്. എന്നാൽ യേശുവിനെ ആരാധിക്കാം. യേശു എന്ന മനുഷ്യനെ തന്നെ ആരാധിക്കാം. ഈ യേശുവിൽ ദൈവമല്ലാത്തത് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ മധ്യസ്ഥനായ യേശുവിനെ ആരാധിക്കണം. കാരണം ഈ 7 കാര്യം പ്രാപിപ്പാൻ അവൻ ശക്തനാണ്, അവൻ മതിയായവനാണ്, യോഗ്യനാണ്. ഇത് തന്നെയാണ് ലോകജാതികളിലും ഇരിക്കുന്നത്. വിദ്യാമൂർത്തികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉള്ള പൈസ മുഴുവൻ ഇടും, ആയുഷ്കാലം മുഴുവൻ അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കും, തങ്ങളുടെ ജ്ഞാനം മുഴുവൻ അതിനുവേണ്ടി കൊടുക്കും. ഈ പറഞ്ഞ 7 കാര്യവും ജാതികളുടെ ദൈവത്തിന് കൊടുക്കും. അവസാനം മരണസമയമാകുമ്പോഴത്തേക്കും അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല. അവൻ അനാഥനായിട്ട് ഏതുമില്ലാത്ത രീതിയിൽ മരിക്കും. അവന്റെ പ്രാണൻ കലങ്ങി ഇല്ലാതെ പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നുവോ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുകയും, എന്തൊക്കെ? മഹത്വവും ബലവും ജ്ഞാനവും യഹോവയ്ക്ക് കൊടുക്കുകയും. മഹത്വവും ജ്ഞാനവും ബലവും യഹോവയ്ക്ക് കൊടുക്കുകയും.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? അങ്ങനെ കൊടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും സന്ദർഭം വരും. ദാനിയേലിന് തന്റെ ആരാധനയും സ്തുതിയും സ്തോത്രവും അതെല്ലാം അവിടെ കൊടുത്തതാ. സന്ദർഭവശാൽ പരീക്ഷിക്കപ്പെട്ട് സിംഹങ്ങളുടെ ഗുഹയിൽ വീണ് കഴിഞ്ഞപ്പോ അവൻ കൊടുത്ത ശക്തിയും അവൻ കൊടുത്തത് മുഴുവനും തിരിച്ചു തരാൻ ദൈവം പ്രാപ്തനായി. തിരിച്ചു കൊടുത്തു. സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് രക്ഷിച്ചു. അവിടെയാണ് ആരാധനയുടെ പ്രത്യേകത. രാജാവ് ദുഃഖശബ്ദത്തിൽ വന്ന് ദാനിയേലിനെ വിളിച്ച് ചോദിക്കുകയാണ്, ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ഗുഹയുടെ വായിൽ നിന്ന് ചോദിക്കുക. പ്രാപ്തനായി. എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു പറയുക. അപ്പോ അവിടെ ചോദിക്കുന്ന ചോദ്യം ഓർത്തു കൊള്ളണം. സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായോ? എവിടുന്ന് ദൈവത്തിന് കഴിവ് വന്നേ? ഇവന്റെ ആയുഷ്കാലം മുഴുവനും ഇവന്റെ കഴിവ് മുഴുവനും അവന് ദൈവത്തിലാണ്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യമാണ്. തന്റെ ആരോഗ്യം മുഴുവനും അവിടെയാണ്. തന്റെ സമ്പത്ത് മുഴുവനും അവിടെയാണ്. തനിക്കുള്ളത് മുഴുവനും അവിടെയാണ്. ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തില് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നല്ലൊരു പെൻഷൻ, 1 ലക്ഷം രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1 ലക്ഷം 1.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സുഖമായിട്ട് അവർ ജീവിക്കുക. ആരുമില്ല. കാരണം ജീവിതം സേഫാ. അതങ്ങനെ സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്താ കാരണം എന്താ? നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് സർക്കാരിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാ. ഇതുപോലെയാണ് ഈ 7 കാര്യം അങ്ങോട്ട് കൊടുത്താൽ ഓർത്തുകൊള്ളണം. നമുക്ക് ജ്ഞാനം, ബലം, ഈ 7 കാര്യം ദൈവത്തിന് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ആ ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവവും ദൈവത്തിനായ ക്രിസ്തു. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം അതിനോട് ചേർന്നതാണ്. 118 സങ്കീർത്തനം 1-ാമത്തെ വാക്യം തന്നെ പറയുകയാണ്. എന്താണ്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സ്തുതിക്കുക, സ്തോത്രം പറയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ എളുപ്പമുള്ള ഒരു കാര്യം. കാരണം 50-ാം സങ്കീർത്തനം പറയുന്നത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ഞാൻ കോലാട്ട് രക്തന്മാരുടെ രക്തം കുടിക്കുമോ? ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? നീ എന്താ വിചാരിച്ചേ? നീ തടിച്ച കാളയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അറുത്ത് രക്തവും കൊഴുക്കി ആ മാംസം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് തിന്നുന്നാണോ എന്ന് വിചാരിച്ചേ? ഇനി അങ്ങനെ ഞാൻ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, ഈ കാട്ടിലെ സകല മൃഗങ്ങൾ ആർക്കുള്ളതാണ്? ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാവോ? അത് ആർക്കുള്ളതാണ്? എനിക്കുള്ളതാണ്. ഭൂമിയും അതിന്റെ നിറവും എന്റേതാണ്. അത് പിന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ഈ കാളകളുടെ മാംസവും ഇതെല്ലാം ഞാൻ തിന്നുമോ? നീ ഒരു കാര്യം ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അത് എളുപ്പമാണല്ലോ. 10 പൈസ എഴുതില്ല. ഒരു 15 രൂപ ചോദിക്കണ്ട, കാളയും കൊടുക്കണ്ട, യാഗവും കഴിക്കണ്ട, വഴിപാട് കൊടുക്കണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ മാത്രം മതി. അവിടെയാണ് പ്രശ്നം. സ്തോത്രം പറയുന്നവൻ ആരായിരിക്കണം? സ്തുതി പറയുന്നവൻ ആരായിരിക്കണം? സ്തോത്രം പറയുന്നവൻ ആരായിരിക്കണം? യഹോവയ്ക്ക് സ്തോത്രം പറയുകയും സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആ സ്തോത്രം മതി. ഈ പറയുന്ന കെട്ടുപാടും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ നീ നേരുള്ളവരായിരിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നേര് വേണം. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ദൈവം മനുഷ്യൻ നേരുള്ളവരായി സൃഷ്ടിച്ചു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അനേക സൂത്രങ്ങൾ അന്വേഷിച്ചു. അത് പാടില്ല. നേരുള്ള ഹൃദയത്തോടെ ഒരാൾ സ്തുതിച്ചാൽ അതോടുകൂടി ഈ നേരില്ലാതാവുന്ന എങ്ങനെയാണ്? നേരില്ലാതാകുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് പ്രശ്നം. ഹാബേലിന് ദൈവം പ്രസാദിച്ചപ്പോഴത്തേക്കും കായന്റെ മുഖം പാടി. എന്തുകൊണ്ട്? അസൂയ. കായന്റെ മുഖം പാടി. കർത്താവ് പറഞ്ഞു, നിന്റെ മുഖം പാടുന്നത് എന്തിനാ? നന്മ ചെയ്യുന്നെങ്കിൽ നിന്നിലും പ്രസാദം ഉണ്ടാവും. പിന്നെ നീ എന്തിനാ മുഖം പാടണേ? മുഖം പാടണം.
അവന്റെ നേരില്ല. അവന്റെ മുഖം മാറി. ഇവിടെ എന്തറിയാമോ? ഇതാണ് അതിന്റെ പ്രശ്നം. എന്താണെന്ന് അറിയാമോ? സ്തുതിക്കുന്നത് ആരായിരിക്കണം? നേരുള്ളവനായിരിക്കണം. നേരുള്ളവനാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ നേരുള്ളവനായി സൃഷ്ടിച്ചപ്പോ അവന്റെ മുഖം എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? പ്രകാശിച്ചിരുന്നു. തേജസ്സിനാൽ പ്രകാശിച്ചിരുന്നു. അപ്പൊ നേരുള്ളവനാണെങ്കിൽ മുഖം എന്ത് ചെയ്യും? മുഖം നിഷ്കളങ്കമായിരിക്കും. മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. നമ്മൾ നോക്കി അറിയാൻ പാടില്ല. ദൈവം നോക്കുമ്പോൾ അറിയാം. ഈ മനുഷ്യൻ നേരുള്ളവനാണെങ്കിൽ അവന്റെ മുഖം അതുപോലെ നിഷ്കളങ്കമായിരിക്കും. അങ്ങനെയുള്ളവൻ സ്തുതി സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞാൽ മതി. സ്തുതി ദൈവമേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട. അവിടെയാണ് ഇസ്രായേലിന്റെ ഇങ്ങനെ ഒരു കൂട്ടം ജനത്തെ ഈ ലോകത്തും സ്വീകരിക്കാനാണ്, കൂട്ടിയെടുക്കാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അവരെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്ന് പാലസ്തീനിൽ കാണുന്ന ഇസ്രായേൽ ജഡപ്രകാരമുള്ള ഇസ്രായേൽ, സഭ എന്ന് പറയുന്നത് ആത്മപ്രകാരമുള്ള ആത്മാവിലുള്ള ഇസ്രായേൽ, ആത്മീയമായിട്ടുള്ള ഇസ്രായേൽ. ഇതിനു വേണ്ടിയാണ് കർത്താവ് വന്നത്. നേരുള്ള ഒരു കൂട്ടത്തെ വേണം. ആ നേരുള്ളവര് ദൈവത്തെ സ്തുതിക്കണം. അത്രയും മതി. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവർ നേരിലൊരു കർത്താവിനെ സ്തുതിച്ചാൽ എന്തെന്നറിയും? നേരുള്ളവൻ കർത്താവിൻ ദൈവത്തെ സ്തുതിച്ചാൽ അപ്പോൾ അവിടെ കർത്താവ് ഉണ്ടാവുന്ന ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, അതായത് കളങ്കമില്ലാത്തവൻ, നേരുള്ളവൻ, തന്റെ ആവശ്യത്തിന് വേണ്ടി സ്തോത്രം പറഞ്ഞാൽ മതി. നടക്കുമോ? അപ്പൊ തന്നെ പൗലോസ് പഠിപ്പിച്ചതാണ്. എന്താ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. സ്തോത്രത്തോടെ അറിയിച്ചാൽ മാത്രം മതി. സ്തോത്രം വേണം. എനിക്ക് കർത്താവെ, എനിക്ക് നാളെ ഇന്ന കാര്യം വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു വെച്ച് ഈ സ്തോത്രം പറയുന്നവൻ ആരായിരിക്കണം? നേരുള്ളവൻ. നേരുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രമാണെങ്കിൽ ഏത് ആവശ്യവും നിറവേറ്റാൻ കർത്താവ് ശക്തനാ മതി. വേറൊരു കാര്യം വേണ്ട. പക്ഷെ ഇത് നേരില്ലാതായി. എന്ത്? ഒന്ന് അസൂയ, സഹോദരന്റെ ഉയർച്ച വന്നു. മറ്റൊന്ന് 2, കർത്താവ് പറഞ്ഞു ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് തട്ടിയിരിക്കുന്നു. ഞാൻ പിന്നെ മോശ, അവന്റെ മുഖത്ത് നോക്കി അറിയാം. അഹംഭാവം. അതായത് ഞാൻ എന്നെ കുറിച്ച് തന്നെ എനിക്ക് ഉള്ളൊരു മതിപ്പാണ്. അഹംഭാവം ഉണ്ടാകും. അതും മുഖത്ത് വരും. അടുത്തത് നമ്മൾ സഭാപ്രസംഗ പുസ്തകത്തിൽ വായിക്കുന്നത് ജ്ഞാനം മുഖത്തെ കാഠിന്യത്തെ നീക്കിക്കളയുന്നു. ഭയങ്കര. പക്ഷെ എന്തുകൊണ്ടാ ഈ മുഖം വലിയ ഇതിലിരിക്കുന്നത്, കഠിനപ്പെട്ടിരിക്കുന്നത്? അറിവില്ല. അറിവുണ്ടാകട്ടെ, ജ്ഞാനം ഉണ്ടാകട്ടെ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം അറിയുമ്പോൾ ആ ജ്ഞാനം വരുമ്പോ മുഖത്തെ കാഠിന്യം തന്നെ നീങ്ങി. അസൂയ നീങ്ങിപ്പോയിക്കുമ്പോ മുഖത്തെ കാഠിന്യം നീങ്ങിപ്പോകും. അഹംഭാവം നീങ്ങിപ്പോകും. ഇങ്ങനെ മുഖത്തെ കഠിനമാക്കുന്ന ഹൃദയത്തിലെ പലവിധ വിചാരങ്ങൾ. ഒരു ഒരുവള് പഴം പറിച്ചു തിന്നാൻ പോവാ. അരുതെന്ന് പറഞ്ഞിട്ടുള്ള പഴം പറിച്ചു തിന്നാനായി കൈ നീട്ടി പറിക്കാൻ പോവാ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? വിശന്നിട്ടല്ല. ഹവ്വ ആ വൃക്ഷഫലം കൈ നീട്ടി പറിച്ചു തിന്നാൻ പോവാ. വിശന്നിട്ടല്ല. ആരും നിർബന്ധിച്ചിട്ടല്ല. അരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്നറിയാം, ഒരു മോഹം. ഞങ്ങളോട് ഇത് പറഞ്ഞ ദൈവത്തെ പോലെ ആവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പറഞ്ഞ ദൈവത്തെ പോലെ ആവും. അവളുടെ മുഖത്തെ ആ ലക്ഷണം കണ്ടു. അവിടെയാണ് അപകടം. നേര് നഷ്ടപ്പെട്ടു. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് ദൈവസന്നിധിയിൽ ഒരാള് സ്തുതിക്കുകയും സ്വതം പറയുകയും ചെയ്യുന്ന ഏറ്റവും ആദ്യമേ തന്നെ അവൻ നേരുള്ളവനായി തീരണം. വക്രത കളയണം, ദോഷം കളയണം, മുഖത്തെ കാഠിന്യം നീങ്ങി പോകണം. അതുകൊണ്ടാണ് മനുഷ്യൻ ബുദ്ധിയുള്ള ആരാധനയായിരിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനയ്ക്ക് അതിന് മുമ്പേ ബുദ്ധി പ്രാപിക്കണം. അസൂയ നീങ്ങണം, അഹംഭാവം നീങ്ങണം.
അങ്ങനെ എല്ലാം നീങ്ങുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് മുഖമുയർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. കയ്യിൽ ദ്രോഹം പാടില്ല. മറ്റുള്ളവരെ ദ്രോഹിച്ച ദ്രോഹം കയ്യിൽ പാടില്ല. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. ഇതിന്റെ അകത്ത് നീതികേട് പാർപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോ ഈ നിഷ്കളങ്കമായിട്ട് മുഖം ഉയർത്തും. കർത്താവിന് സ്തോത്രം പറയുമ്പോൾ അവന്റെ മുഖം എങ്ങനെ ഇരിക്കണമെന്നറിയോ? നിഷ്കളങ്കമായിരിക്കണം. യാതൊരു കളങ്കവും പാടില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിൽ തന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും വിഗ്രഹമായിട്ടോ അഹംഭാവമായിട്ടോ ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണും. അവൻ സ്തോത്രം പറഞ്ഞാൽ ശരിയാവില്ല. അതാ അബ്രഹാമിനോട് പറഞ്ഞത്. അപ്പൊ ഇന്ന് അബ്രഹാമിൽ നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം ഭയങ്കര ഭക്തനാണ്. പക്ഷെ അബ്രഹാമിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, എന്റെ ഉള്ളിൽ ഒരാളും ദൈവത്തെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ട്. ദൈവത്തെ കൂടാതെ ഇസ്ഹാക്ക് എന്ന് പറയുന്ന എന്റെ മകനും കൂടെ ഉണ്ട്. അവനാണ് ഇപ്പൊ നല്ല സന്തോഷം. അവനെ ഓർക്കുമ്പോഴാണ് ഒരു സന്തോഷം. അവനെ അങ്ങോട്ട് യാഗം കഴിക്കാൻ പറ്റും. എന്റെ പ്രത്യേകത എന്താ അറിയാം? ഒരാളുടെ ഹൃദയത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കുകയും അത് മുഖത്ത് പ്രകാശിക്കുകയും ചെയ്താൽ അവരെ കൊന്നാലും അത് വിടില്ല. ദൈവം കണ്ടാൽ മാത്രമേ അത് സാധിക്കൂ. പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു കാര്യം തെറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ മോഹിച്ച് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു കാറ് കണ്ടു. അത് മോഹിച്ച് എങ്ങനെ വന്നാലും എനിക്കത് വേണം. അത് ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു. നിശ്ചയമായിട്ട് ഹൃദയത്തിൽ പതിഞ്ഞെങ്കിൽ അത് മുഖത്തുണ്ടാവും. മുഖത്ത് പ്രകാശിക്കും. പിന്നെ എന്തെല്ലാം പറഞ്ഞാലും എന്റെ ജീവൻ പോയാലും ആ കാറ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കാരണം ജീവന് തുല്യമായി. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇതുപോലെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഏത് കാര്യവും മുഖത്തെ കളങ്കമുണ്ടാക്കും. അത് നീക്കിക്കളഞ്ഞ് നേരുള്ളവനായിട്ട് കർത്താവിനെ സ്തുതിക്കാനാണെങ്കിൽ ദൈവം സമ്മതമാണ് ആവശ്യം നിറവേറ്റി കൊടുക്കാൻ. പക്ഷെ അബ്രഹാം തോറ്റില്ല. സംഗതി ശരി, അബ്രഹാമിന്റെ മുഖത്ത് നോക്കിയാൽ ഉണ്ട്. ഇസ്ഹാക്ക് ഹൃദയത്തിലുള്ളതിന്റെ വിളക്കം മുഖത്തുണ്ട്. പോയി യാഗത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കത്തി ഓങ്ങി. കത്തി ഓങ്ങുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അറിയോ? വെട്ടിയില്ലല്ലോ എന്ന് പറയും. വചനം നമ്മെ പഠിപ്പിക്കുന്നത് 110 സംഗീതം പഠിപ്പിക്കുന്നത്, നിന്റെ പ്രമാണങ്ങൾ അതിശയമായിരിക്കാൻ എന്റെ മനസ്സറിയാൻ പ്രമാണിക്കുന്നു. നമ്മൾ ഏത് കൽപ്പനയും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നതിന് മുമ്പ്, ജഡത്തിൽ അത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് അത് ചെയ്തിരിക്കും. ഞാൻ ഇന്ന് അവിടെ പോകുമ്പോൾ ഇന്നയാളെ കണ്ട് ഇന്നയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കും എന്ന് ഹൃദയത്തിലാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഹൃദയത്തിൽ ചെയ്യുന്നത് തീരുമാനിക്കുമ്പോൾ ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കുമ്പോൾ അറിയാം ഇത് നടപ്പാവുന്ന കാര്യമാണോ. ഇപ്പൊ ശരിയാ, ഒരു നിമിഷം കൂടെ കഴിഞ്ഞാൽ വെട്ടും കൊച്ചു രണ്ടായി തരും. അപ്പൊ അവരുടെ മുഖത്തുനിന്നോ അത് പോയി, ഹൃദയത്തിൽ നിന്നോ അത് പോയി. ഇന്ന് ആരാ? നേരുള്ളവരാ. കർത്താവ് സമ്മതിച്ചു, ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു, ദൈവത്തെ സ്തുതിച്ചു. വചനം പറയുന്നത്, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടോട്ടന്മാരുടെ രക്തം കുടിക്കുമോ? ഇനി അങ്ങനെ ആവശ്യം ഉദയത്തിൽ ഞാൻ നിന്നോട് പറയുമോ? അതല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രയാകാർപ്പിക്കുക. അവിടെ പറയുകയാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. ഇതൊക്കെ പറയാനുണ്ട് ഓരോരുത്തരോടുണ്ട്. ദൈവത്തെ സ്തുതിക്കാനും ദൈവം നല്ലവനെന്ന് പറയാനും ഓരോരുത്തരും ദൈവം വെച്ചിട്ടുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഈ ഒരു ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കള്ളസാക്ഷ്യം പറയരുത്. അനേകര് അങ്ങനെ പറയും, കർത്താവ് എനിക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു 100 കാര്യങ്ങൾ പറയും. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, പറയേണ്ടവൻ പറഞ്ഞാൽ, സ്തുതിക്കേണ്ടവൻ സ്തുതിച്ചാൽ ആ സ്തുതിയിന്മേൽ ദൈവം ഉണ്ടാകും, അവന് കാര്യസാധ്യമുണ്ട്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആരാധിക്കണം വന്നിരിക്കുന്നല്ലോ. ദൈവം നമ്മുടെ മുഖത്തെ നോക്കുന്നവനാണ്, ഹൃദയത്തെ നോക്കുന്നവനാണ്. നമ്മുടെ
സ്തുതിയെയും സ്തോത്രത്തെയും നമ്മൾ പറഞ്ഞ 7 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷെ നേരുള്ളവരായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ നീതികേടുണ്ടെങ്കിൽ, നേരുകേടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ഈ ആരാധന അത് നീക്കുവാൻ ശക്തനായിട്ട് വന്നിരിക്കുക. അതാണ് ഇസ്രായേല് ഫറവോനോട് പറഞ്ഞത്. ഞങ്ങള് പുരുഷന്മാർ മാത്രം പോയാൽ പോരാ, ഞങ്ങളുടെ സ്ത്രീകളും വരണം, കുഞ്ഞുകുട്ടികളും വരണം, ഞങ്ങൾക്കുള്ള കന്നുകാലികൾ, ഞങ്ങൾക്കുള്ള സകലതും വരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നതാ. ഞങ്ങളുടെ പിതാവായ അബ്രഹാം ആരാധിക്കാനായിട്ട് പോയിട്ട് അവിടെ യാഗപീഠത്തില് കൊണ്ടുപോയി ചെല്ലുന്ന വരെയും എന്തിനാ യാഗം കഴിക്കണ്ടേന്ന് വ്യക്തമല്ല. കൊച്ചിനെ യാഗം കഴിക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ യാഗം കഴിച്ചത് നാടിനെ. ഇതുപോലെ ഞങ്ങൾക്കുള്ളതിനെ എല്ലാമായിട്ട് അവിടെ പോകും. അവിടെ ചെല്ലുമ്പോ കർത്താവ് പറയും, നീ ഇന്നതിനെ യാഗം കഴിക്കാം. ആ പറയുന്നത് എന്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, എന്റെ മുഖവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, എന്നെ നേരിടുവാനാക്കി തീർക്കാനുള്ളതായിരിക്കും. അവിടെയാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം. എന്തിന്? നമ്മൾ നേരില്ലാത്തവരാക്കി തീർക്കുന്ന എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്? നേരില്ലാതാക്കി തീർക്കുന്ന ആ എന്ത് ഭാവമാണ് നമ്മളിലുള്ളത്? എന്ത് അജ്ഞതയാണ് നമ്മളിലുള്ളത്? അതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിനെ അങ്ങ് നീക്കിക്കളഞ്ഞെന്ന് നമ്മൾ നേരിടുന്നതാക്കി കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ആരാധന എന്നറിയോ? അങ്ങനെയുള്ളവരുടെ ആരാധന. പ്രധാന സ്വന്തം ഇസ്രായേലിന്റെ സ്തുതികുമ്പൽ വസിക്കുന്നവൻ ഇന്ന് ആ ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയത്തിലെ സകല ദോഷങ്ങൾ നീക്കിക്കളഞ്ഞു, അജ്ഞതകൾ നീക്കിക്കളഞ്ഞു, വിഗ്രഹങ്ങൾ നീക്കിക്കളഞ്ഞു ദൈവത്തെ ആരാധിപ്പാൻ താന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും